മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ മുത്തുമണീസ് ഫാമിലിയിൽ കുറേ നാളായോ കേട്ടോ നമ്മുടെ ഈ ഒരു വലിയ ബ്ലോഗ് ഇട്ടിട്ട്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ബ്ലോഗ് എന്ന് വെച്ചാൽ ഒരു വലിയ ബ്ലോഗാണ് കേട്ടോ, 2-3 ദിവസത്തേക്കുള്ള ഒരു ബ്ലോഗാണ്. ഞാനിങ്ങനെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ എൻ്റെ സൗണ്ട് നല്ല സ്മാർട്ടാണ്. ഇപ്പം എനിക്ക് പനി ആയതുകൊണ്ടാണ് എൻ്റെ തൊണ്ട അടച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഒരു ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതും ഇന്നലെയല്ല കഴിഞ്ഞ വർഷത്തെ 16 ഡേയ്സിലുള്ള നമ്മുടെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മൾ ഊട്ടി പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നടന്നില്ല, വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പോവാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഫ്രൈഡേ ആണ് ഉദ്ദേശിച്ച് പോവാൻ ഉദ്ദേശിച്ചപ്പോഴത്തേക്കും പോകാൻ പറ്റിയില്ല. പിന്നെ സാറ്റർഡേ ആക്കി, സാറ്റർഡേയും പോകാൻ പറ്റിയില്ല. കുറേ ബിസിയാണ് കേട്ടോ അങ്ങനെ സാറ്റർഡേയും പോകാൻ പറ്റാതെ ലാസ്റ്റ് ഞങ്ങളിങ്ങനെ വിഷമിച്ച് റൂമിലിരിക്കുമ്പം അമ്മ ഫോണുമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങളോട് പറയുക, പറ്റത്തില്ല, ട്രിപ്പ് പറ്റത്തില്ല, നടക്കത്തില്ലെന്ന്. അപ്പം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. മോനട്ടെ കരഞ്ഞ് നിലവിളിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അമ്മ പറഞ്ഞപ്പോഴേ വിചാരിച്ചു ഇന്ന് പോവും ചിലപ്പോന്ന്. ഇപ്പോഴേ എനിക്ക് പിടി കിട്ടി. അപ്പം ഇവൻ കരഞ്ഞ് നിലവിളിക്കുമായിരുന്നു. അപ്പം ഇവൻ കരഞ്ഞ് അമ്മ വീഡിയോ എടുത്തിട്ട് പുറത്ത് പോയേക്കുമായിരുന്നു. പുറത്ത് പോയിട്ട് പെട്ടെന്ന് റോളിംഗ് ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞ്, വാ മക്കളെ പാക്ക് ചെയ്യാണ്. അപ്പം തന്നെ ഞങ്ങൾ സന്തോഷമായി തുള്ളിച്ചാടുമായിരുന്നു കേട്ടോ ഈ ഒരു ഇത്രയും നേരത്ത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഊട്ടിയിലേക്ക് ട്രിപ്പ് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ അത്തായമായി അകത്ത് വഞ്ചിപ്പെട്ടി ഉണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നെ മാത്രമല്ല, നേരത്തെ പൊട്ടിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വഞ്ചിപ്പെട്ടി പൊട്ടിച്ച. ആ വഞ്ചിപ്പെട്ടി ഇപ്പോഴും പൈസ എൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഈ പൈസ നമ്മൾ പോക്കറ്റ് ബാഗിൽ വെച്ച് നമ്മൾ സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോവാം, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൈസ്, മോനോട്ടൻ്റെ വഞ്ചിപ്പെട്ടി ഇവിടെ ഇരിക്കുന്നു, സ്പീക്കർ ഇരിക്കുന്നു, പിന്നെ കുറേ ഇവിടെ ഐറ്റംസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഇരിപ്പുണ്ട് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ. പിന്നെ ഇവിടെ സൈഡിലായിട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ റോളിംഗ് ബാഗാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചത് ഈ ഒരു സ്കൂളിൻ്റെ റോളിംഗ് ബാഗിൽ എല്ലാം പുസ്തകമൊക്കെ മാറ്റിയിട്ട് പാക്ക് ചെയ്ത് പോവാമെന്നായിരുന്നു. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ ഒരു സ്കൂളിൻ്റെ ദിവസം തന്നെ, അതും പാതിരാത്രി തന്നെ പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് വെക്കാമെന്നായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ നമ്മുടെ കയ്യിൽ വലിയ റോളിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് വെക്കാൻ തീരുമാനിച്ചു. അമ്മ അപ്പുറത്തെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. മോനട്ടെ ഈ വഞ്ചിപ്പെട്ടി എടുത്ത് അടക്കാണ്. ഞാനും എൻ്റെ വഞ്ചിപ്പെട്ടി എടുക്കാം, അവൻ എടുക്കുന്നതല്ലേ. എന്തോ അല്ല അമ്മ അടുത്ത് വെച്ചാണ്. അപ്പം നമ്മളിതേ അമ്മയുടെ റൂമിലോട്ട് പോവാണ്. കണ്ടോ ഗൈസ്, അമ്മ ഇങ്ങോട്ട് നോക്കൂ, ചിരിക്കൂ. അമ്മ ഭയങ്കര ക്ഷീണത്തിലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബാഗ് പാക്ക് അതെ ബാഗ് പാക്ക് ചെയ്യുന്ന തന്നെ ഒരു ജോലി തന്നെയാണ് അല്ലേ അമ്മ? വീട്ടിലെല്ലാം ഡ്രസ്സും എല്ലാം വെക്കുമ്പോഴത്തേക്കും ഒരു ജോലി തന്നെയാണിത്. അപ്പം ഇതാണ് കേട്ടോ സുഡിയോ കടയിൽ നിന്ന് മേടിച്ച എൻ്റെ കുറേ ഫാഷൻസ്. നല്ല ഡ്രസ്സുകളാണ് കേട്ടോ അവിടുത്തെ ഡ്രസ്സ്, നല്ല കളേഴ്സുമാണ്. അമ്മ സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ പോയാലും അമ്മയുടെ കളറാണ് എനിക്കിഷ്ടം. അമ്മ എടുക്കുന്ന എൻ്റെ ഫേവറേറ്റ് കളറായിരിക്കും. അമ്മ ഇപ്പം എടുത്ത എല്ലാ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മ. ചിലതൊക്കെ ഓൺലൈനിൽ നിന്നാണ് അമ്മ മേടിച്ചത്. അമ്മയുടെ പുതിയ ഫാസ്റ്റ് മടക്കൽ ഇതാണ് കേട്ടോ. അപ്പം അവിടെ പരിപാടികൾ നടക്കുവാണ്. ഫ്രണ്ട്സ്, മോനട്ടൻ പറയാണ് സൈക്കിൾ ഓടിച്ചുകൊണ്ട് വീഡിയോ എടുത്തോണ്ട്. നീ ആദ്യം ഓടിയിര്. കണ്ടോടെ അതല്ലേ ഞാൻ ഓടിച്ചാ വീഴും. പിന്നെ നീ ഓട്ടി സൈക്കിൾ ഓടിച്ചിരിക്കുകയാണ് കേട്ടോ.
പൊയ്ക്കോ, അവിടെ വരെ പോ, നമുക്ക് തിരിച്ചോടാം കേട്ടോ. അയ്യോ, ഞാൻ ഓടുമ്പോൾ ക്യാമറയും കൊലുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം നമുക്ക് പോവാം, ചെറുപ്പം. ഇനി നമുക്ക് ബാക്കി നമ്മുടെ കാറിലൊക്കെ കയറിയിട്ട് കാണാം. നമ്മളിപ്പോ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ ഉറക്കം വന്ന ആളാ, ഇപ്പൊ വീഡിയോ ഓൺ ആക്കിയപ്പം എൻജോയ്. ഇപ്പൊ 10:15 ചെങ്ങന്നൂരായി. നമ്മള് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 10 മണി അങ്ങനെ ഇന്ന് രാവിലെ ആയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഊട്ടിയിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മൗണ്ടനിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്കും ഇവിടെ സെക്യൂരിറ്റി ചേച്ചിമാരൊക്കെ വന്നിട്ട് പറഞ്ഞു പ്ലാസ്റ്റിക് കുപ്പി അവിടെ അലൗഡ് അല്ല, അതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ വെള്ളം മാറ്റിയിട്ട് ഇവിടെ കളയണമെന്ന് പറഞ്ഞ്. അപ്പം അത്ത അവിടോട്ട് കുപ്പി കളയാൻ പോയിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ വീട്ടിൻ്റെ അകത്തിരിക്കുകയാണ് കേട്ടോ. വീട്ടിൻ്റെ അകത്തല്ല, കാറിൻ്റെ അകത്ത്. 5 കുരങ്ങന്മാരുണ്ട്. ഞാൻ അവരെ കാണിച്ചു തരാം. വേണ്ട ഓടിപ്പോന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്ക്. ഒരു കുരങ്ങനാണെങ്കിൽ പാത്രമൊക്കെ നക്കി വടിക്കുമായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞു കുരങ്ങനെ കണ്ടോ. ഇതാണ് കേട്ടോ കുരങ്ങന്മാരുടെ അവസ്ഥ. ഇപ്പം നമ്മൾ മലയുടെ മുകളിലോട്ട് കയറാൻ പോവാണ്. അതുകൊണ്ട് എല്ലാ വണ്ടിയും ഇവിടെ നിർത്തിയിട്ടേക്കാണ് കേട്ടോ. ഇവിടെ അലൗഡ് അല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പി. അതാണ് നമ്മൾ കയറാൻ പോകുന്ന മൗണ്ടൻ. നല്ല തണുപ്പാണ് മോനോട്ട്. എക്സൈറ്റ്മെന്റില്ല. ബോറടിക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ പോക്കറ്റ് ബാഗ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇതിനകത്ത് പോക്കറ്റ് ഇങ്ങനെ ഞെക്കി കളിക്കും കേട്ടോ. അതാണ് എൻ്റെ സ്ഥിരം ഹോബി. ഇതിനുള്ളത് നിങ്ങൾ വിചാരിക്കും ഇത് ചുമ്മാ കൊണ്ടുവന്നതാണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് മടിയുണ്ട് അല്ലേ? അതെ. പൈസ ചില്ലറയും കൂടെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഇത് കാണിച്ചു തരാം. എൻ്റെ ഇതുകൊണ്ട് എൻ്റെ ഇതിന് മടി പിന്നെ ചില്ലറ ഒരു 10 രൂപ അത്രയോ ഞാനെടുത്തോളൂ. ഞങ്ങൾ 1360 രൂപ സെയിം ആയിട്ടാണ് കേട്ടോ പൈസ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം മൗണ്ടനിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇവിടെ വരുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറിയിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോയി. എന്നിട്ട് വെള്ളം കൊണ്ട് ബ്രഷൊക്കെ ബാഗിലിരിക്കുകയാണ്. വെള്ളം കൊണ്ട് കൈ വെച്ച് പല്ല് വെച്ചു. പിന്നെ വായൊക്കെ കഴുകി മുഖമൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നേരെ നമ്മൾ ഒരു ഹോട്ടലല്ല എടുത്തിരിക്കുന്ന, ഹൗസ് പോണക്കത്തെ ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പം അവിടെയാണ് എടുത്തിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് പല്ല് തേക്കണം. ഫ്രഷായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. മോനിട്ടൊരു വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഇച്ചിരി എൻജോയ് കൂടുതലാണ്. അതല്ല, നോക്ക് ഇവിടുന്ന് വേളി കേറുമ്പോ നോക്ക് ഇവിടെ തൊട്ട് ഇങ്ങനെ ആടി വളവൊക്കെ നോക്ക് കൊറേ വളവ് കിടക്കുന്നു കേട്ടോ. നോക്ക് വളഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന റോഡൊക്കെ. അമ്മ ഇച്ചിരി കപ്പലണ്ടി ഇട്ട് കൊടുത്തപ്പോ അതേ കുരങ്ങൻ വന്ന് വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ മണ്ടേ വന്നിരിക്കുകയാണ് കേട്ടോ. അമ്മ ഇച്ചിരി ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാം കൂടെ വരുമോ അവിടെ തോന്നി? ആയിരിക്കും. അവില് തിന്നുന്നോ നോക്കാം. അവിൽ പറക്കി തിന്നുന്നു. അവലൊക്കെ ഇഷ്ടം കേട്ടോ. അയ്യോ ഒരെണ്ണുണ്ടേ കുഴപ്പമില്ല, എല്ലാം കൂടെ വന്നാ പണി പാടുമല്ലോ. അതൊന്നും ഒന്നും ഫ്രണ്ട്സ്, നമ്മളിതേ മലയുടെ മണ്ടയിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, നമ്മളിതേ കേറിക്കൊണ്ടിരിക്കുകയാണ്.
മോട്ടെന്തേ പുറകെ പോയി കാഴ്ച കണ്ടോണ്ടിരിക്കുകയാണ് അവിടെ കേട്ടോ. പൂവ് ഇടുന്നുള്ള സാധനം. നമ്മളതേ മലയുടെ മണ്ടയിലോട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇവിടെ കമ്പ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ മലയുടെ മുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ. മുത്തുണീസ് അങ്ങനെ കുറേ നേരം നമ്മൾ കാറിൽ യാത്ര ചെയ്ത് ഫൈനലി നമ്മൾ ഊട്ടിയിലെത്തി. ഊട്ടി ഒക്കെ കഴിഞ്ഞിട്ട് 4 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തിയതേ നമ്മുടെ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്ത് നമ്മൾ ഹോട്ടലിലോട്ട് താഴോട്ട് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സുന്ദരി പൂച്ചക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കിങ്ങിണിയുടെ അതേ കൂട്ടാണ്. നമ്മളിതേ നമ്മുടെ ഹോട്ടലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഒരുങ്ങി സെറ്റാകുന്ന ഫ്രഷൊക്കെ ആയതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. നമ്മളിതേ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് മനസ്സിലായില്ല, വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റ് മനസ്സിലാക്കിയത്. ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. നല്ല തണുപ്പാണ് കേട്ടോ അവിടെ. അവിടെ ആയിരുന്നു നമ്മുടെ നേരത്തെ കാർ. നേരത്തെ കാർ ഇട്ടിരുന്നത്. ഇതാണ് നമ്മുടെ റൂം. അയ്യോ കൊള്ളാം കേട്ടോ. ഇതൊരു വീടാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഇവിടുന്ന് കിട്ടും. ഇതേ കണ്ണാടിയാണ് കേട്ടോ. വ്യൂ ഒക്കെ കാണാം കേട്ടോ അവിടെ നിന്ന്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നല്ല ക്ലൈമറ്റാണ് ഇപ്പം. ഉച്ച ആയതേ ഉള്ളൂ, പക്ഷെ അപ്പോഴത്തേക്ക് നല്ല തണുപ്പാണ് കേട്ടോ. നല്ല രസമാണ്. നമുക്കിനി നേരെ പോയി ഫ്രഷ് ആവാം. ഫ്രണ്ട്സ്, ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തോ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റൂം മാറാമെന്ന്. റൂം മാറിയാൽ ഇവിടെ നിന്ന് കുറേ ദൂരം പോകണം. മാത്രമല്ല അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ ചൂടുവെള്ളം കിട്ടത്തില്ല ഗൈസ്. എന്തൊരു തണുപ്പാണ്. ബ്രഷ് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പാണ് ഊട്ടിയിൽ. പിന്നെ മോനോട്ടെന്തേ ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ മോനോട്ടന് ഷിയാമായി അപ്പുറത്തെ ബാത്റൂമിൽ ചൂടുവെള്ളം ആ അണ്ണൻ വന്ന് സെറ്റാക്കി തന്നു. എന്നിട്ട് ഇപ്പോൾ അവർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റൂം തന്നെ സെറ്റിൽഡ് ആക്കി. പക്ഷെ ഫുഡൊക്കെ കഴിക്കുന്നതാണ് ഇവിടുന്ന് ഭയങ്കര പാട്. ഇവിടുന്ന് ഇനി ഊട്ടി വരെ പോകണം. ഊട്ടി കഴിഞ്ഞിട്ടൊരു 4 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഹോട്ടൽ. ഇനി ഇവിടുന്ന് ഊട്ടി 4 കിലോമീറ്റർ പോകണം. അപ്പം അതൊക്കെയാണ് ബുദ്ധിമുട്ട് ഇവിടുത്തെ. അപ്പം നമ്മൾ സഹിയിട്ടാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല റൂമൊക്കെ തന്നെയാണ്. എന്നാലും ഇത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം മോനോട്ടെ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പല്ല് തേച്ചു, മുഖം കഴുകിയപ്പം കൈയും മുഖവും എല്ലാം മരവിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇതേ മോട്ടെ ഇടയ്ക്കിടയ്ക്ക് കഥ പറഞ്ഞിട്ട് വിളിയാണ് അവിടെ ജോലി. തോർത്ത് ടൗലല്ലേ നിക്കേ അമ്മ തോർത്തെങ്ങന്ന്. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. എന്നാ അതെ അവൻ ഇറങ്ങി. ഇനി എനിക്ക് കുളിക്കണം. അപ്പുറത്ത് ഷിയാമ്മ ഇറങ്ങി കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. ഉച്ച കഴിഞ്ഞിട്ടേ പോത്തുള്ളൂ കേട്ടോ. മുത്തുമണീസ് എങ്ങനെ ഞാൻ പല്ലേച്ചു, മുഖം കഴിപ്പ് ഭയങ്കര മരവിപ്പായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു, മേല് കഴുകി, അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതല്ല കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇത് ലക്ഷദ്വീപിൽ പോയപ്പം മേടിച്ച ഡ്രസ്സാണ്. അപ്പം ഇതല്ല ഡ്രസ്സ്, വേറെ ഡ്രസ്സാണ്. അമ്മ എടുത്തു തരുമ്പം അത് നമ്മൾ ഇട്ടിട്ട് പുറത്തേക്ക് പോകും. ഇതാണ് നമ്മുടെ കോട്ടാണ് ഇത്. ഇല്ലേതാ അമ്മ എൻ്റെ കോട്ട്? അത്താടെ കോട്ടാണ് ഇത്. ഇത് മോനോട്ടൻ്റെ
ഇതെൻ്റെ. പിന്നെ ഒരെണ്ണം അമ്മ എടുത്തോണ്ട് പോയി. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കോട്ട് ഇട്ടു കേട്ടോ. സെറ്റായിട്ടുണ്ട് ഞാൻ. ചുമ്മാ കേട്ടോ, ഇത് പുതിയ ഡ്രസ്സിൻ്റെ കൂടെ ഇടാനുള്ള കോട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഫുഡ് വന്നു, മീൽസും ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞ. അമ്മ ദേ അവിടെ വീഡിയോ എടുക്കാണ്. നമുക്ക് അമ്മയുടെ അടുത്ത് പോയി നോക്കാം. കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഒരു നെഗറ്റീവ് വൈബ്, ഒരു വിഷമം അങ്ങനെ തോന്നിയതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാരണം എനിക്ക് ഇവിടെ ഇങ്ങനെ ഇപ്പം ഞാൻ വീണേനെ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫോണിൽ നോക്കി വന്നപ്പോഴത്തേക്കും ഇവിടെ ഒന്ന് കോലിട്ടി അങ്ങ് ഇവിടെ വന്ന് ഇങ്ങനെ വന്നു കേട്ടോ. ഭാഗ്യത്തിന് ഫോൺ തറ വീഴാതിരുന്നു. മുത്തുമണീസ് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറത്ത് ഞാൻ കാണിച്ചു തരാം, ഭയങ്കര മഞ്ഞാണ് കേട്ടോ. മഞ്ഞ് കൊണ്ട് മൂടി കാണിച്ചു തരാം. ഭയങ്കര തണുപ്പാണ്. കൂടിയപ്പം അത് മഴ പെയ്ത് മഞ്ഞെല്ലാം പോയി. ഇപ്പൊ പുറത്തിറങ്ങാൻ കോട്ടിട്ടിട്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റത്. ഷിയാമ്മ തന്നെ ഇരിക്കുന്നവർക്ക് തണുപ്പ് കാരണം. ഞാൻ പുറത്തത്തെ ഭാഗം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഇപ്പൊ പുറത്തത്തെ അവസ്ഥ. നല്ല കാറ്റുകൊണ്ട്, നല്ല തണുത്ത കാറ്റാണ്. അയ്യോ. എന്നിട്ട് രാത്രിയാകുമ്പോൾ അവിടെ നമ്മൾ തീ ഇടും കേട്ടോ. അവിടെ തീ ഇട്ടിട്ട് നമ്മൾ അവിടെ കൂടിയിരിക്കും. ഫ്രണ്ട്സ്, ദേ ഈ ഒരു ഉടുപ്പാണ് കേട്ടോ ഞാനിടുന്നത്. പിന്നെ ദേ ഈ ഒരു വെള്ള പാൻറ്റുമാണ് ഞാനിടുന്നത്. ദേ മോനിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കോട്ടും സൂട്ടും ഉടുപ്പും എല്ലാം ഇട്ടിട്ട് നമ്മൾ ഊട്ടിയിൽ പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ദേ എല്ലാവരും റെഡിയായി. അമ്മായി അപ്പുറത്ത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അവളെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. പൊന്നിൻ്റെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചൊരു സംഭവം കേട്ടോ. ഓ മോനെ, ആ അണ്ണനെ വിളിക്കുന്നെന്ന് പറ, അത്ത വിളിക്കുന്നെന്ന് പറ. അങ്ങനെ നമ്മൾ മേളിലോട്ട് കയറിക്കൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാറിലിരിക്കുക, വേഗം പോകുക, ഇറങ്ങുക, നടക്കുക, കാഴ്ചകളെല്ലാം കാണുക. അതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ വ്ളോഗിനകത്ത് തന്നെ പിറ്റേ ദിവസത്തെയും അതിൻ്റെ പിറ്റേ ദിവസത്തെയും വീഡിയോസ് ഇടുന്നു. പക്ഷെ അങ്ങനല്ല കേട്ടോ. നമ്മൾ വേറെ വേറെ ബ്ലോഗായിട്ടാണ് യൂട്യൂബ് ചാനലിൽ ഇടുന്നത്. വഴിയേ വരുന്നുണ്ടായിരിക്കും കേട്ടോ ബ്ലോഗൊക്കെ. എല്ലാവരും കയറി കാണാം. പിന്നെ എന്നെ മോനെ പറ്റിക്കുന്നതൊക്കെ വീഡിയോ താഴെയുണ്ട്, അത്തായമ്മ ഇട്ടിട്ടുണ്ട്. അതും എല്ലാവരും കയറി കാണാം. നമുക്ക് പോവാ ഷിയാമ്മ. ടാറ്റാ ഗൈസ്. ദേ അമ്മ അവിടെ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ടതേ ഞാനിവിടെ ഉള്ള പൂവെല്ലാം ഇങ്ങനെ ചുമ്മാ നോക്കി ആസ്വദിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഊട്ടി പൂവൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതെ, ഈ ഒരു പൂവും കാണാൻ നല്ല രസമാണ് കേട്ടോ. അവ അതിനു മുമ്പേ മേളിൽ പോയി. ഇങ്ങ് വാ മോരിട്ടാ. അതെ, അവ അതിലെ കൂടെ പോയി. നമ്മളിത് ഇങ്ങനെ മേളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കാറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി കാറിൽ കയറുക. അമ്മ അതേ താഴെ ഇപ്പോഴും ഫോട്ടോ ഷൂട്ടിങ്ങാ. നമ്മൾ കാറിൽ കയറുക. കുഞ്ഞു കുരിയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആ പറഞ്ഞുപോയി. അപ്പത്തേ ഇവിടുത്തെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രീ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. മറ്റേ ക്രിസ്മസ് ട്രീ പോണക്ക് ഇരിക്കുന്ന ട്രീ ഞങ്ങളുടെ വീട്ടിൽ 2 നട്ടിട്ടുണ്ട്. ഇത് ഊട്ടിയിലുള്ളൊരു ട്രീ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ദേ ഇവിടെ ഫോൺ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ടീ ഗ്രാൻഡ് ഫോട്ടോ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. ഈ ഒരു തോട്ടത്തിൻ്റെ നടുക്ക് നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ടീ ഗ്രാൻഡ് ഫോട്ടോ. ഇത് അമ്മ അവിടെ വീഡിയോ എടുക്കുകയാണ്. നമുക്കിനി നേരെ അകത്തോട്ട് പോവാം.
നമ്മളിത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടീ ഗ്രാൻഡ് ഫോട്ടോ ആ ഒരു ഗാർഡനിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതുവഴി കയറും അമ്മ? അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ആ ഭാഗമാണ് വ്യൂ പോയിന്റ്. അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. പൈസ കൊടുത്താൽ മതിയായിരുന്നു, അതിന് നിന്നാ മതി. പിന്നെ ചൂടുവെള്ളം വരുന്നില്ല. അങ്ങനെ ഈ മൂട്ട എങ്ങനെയാണ് കാണും. മൂട്ടയ്ക്ക് പോകാനാണോ പേടിച്ചത്? എനിക്ക് ശ്വാസം മുട്ടി. എനിക്ക് ഇവിടെ നമ്മളിതേ ടീ ഗ്രാൻഡ് ഫോട്ടോയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ ഫോട്ടോയും എടുത്ത് അമ്മച്ചത്തേക്ക് വെച്ചു കൊടുക്കുന്ന ബാഗ് എടുത്തേ. ഇത് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ദേ കണ്ടോ, നല്ല മഞ്ഞാണ് അവിടെയൊക്കെ. ഗൈസ് ദേ നമ്മുടെ വ്യൂ പോയിന്റിൽ നമ്മള് ലാസ്റ്റ് അകത്തോട്ട് കേറിയിട്ടുണ്ട് ഗൈസ്. വ്യൂ പോയിന്റ് കണ്ടോ? ഇങ്ങനെ ദേ നല്ല ചൂട് മാഗി നമ്മളിപ്പോ കഴിക്കുകയാണ് കേട്ടോ. ഈ ഒരു തണുപ്പത്ത് നമുക്ക് കഴിക്കാം. നേരത്തെ കഴിച്ച് തീർന്നു, ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കൊള്ളാവോ? മുട്ടത്തല പോലെ ഉണ്ടോ? തണുപ്പിന്റെ കൂടെ ചൂട് ബാഗ് തിന്നുമ്പോ നല്ല വൈബാ. പക്ഷെ ഞങ്ങൾ സ്പൈസി മാഗി ആട്ടോ. കൊണ്ടുവരാൻ സാധാരണ നോർമൽ മാഗി. എനിക്ക് കോട്ടിടുമ്പോ എന്താ പോലെ തോന്നാണ്. അപ്പൊ നമ്മള് ടീ പാർക്കിലാണ് ടീ പാർക്ക് ഇല്ല അല്ല നമ്മള് ടീ പാർക്കിൽ നമ്മള് ടീ പാർക്ക് ടീ നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മളിതേ ടീ പാർക്കിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ചിൽഡ്രൻസിന് കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് സൂപ്പർ സ്ഥലം അല്ലേ? അടിപൊളി. വ്യൂ പോയിന്റിൽ പോവാനുണ്ട്. സത്യം പറഞ്ഞാലേ നോക്കിയാൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. സീസൺ ടൈമിലൊക്കെ ഇവിടെ എന്തോ ഒരു ജനങ്ങളാന്നറിയാവോ? അടിപൊളി കേട്ടോ. സൂപ്പർ അല്ലേ? അടിപൊളി. പൊന്നു അങ്ങ് അടിപൊളിയായിട്ട് നിന്നേ ഒരു ഫോട്ടോ എടുക്കട്ടെ. സ്റ്റൈലായിട്ട് സമാധാനത്തിൽ കണ്ടെല്ലാം നടന്ന് കാണുകയും എടുക്കുകയും എല്ലാം ചെയ്യാം. ബഹളമേ ഇല്ല. പക്ഷേ എന്തേരം മഴ. സൂപ്പർ സ്ഥലം. പൊന്നിസ് മോണ്ടിനെ കളിക്കണമെന്ന് പറഞ്ഞു, എങ്കിലും ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ്. ഇപ്പോൾ ഓരോ കയറുമ്പോഴും നമുക്ക് ഫ്രണ്ട്സ്, മൂന്നാമതായിട്ട് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വ്യൂ പോയിന്റിലാണ് കേട്ടോ. വ്യൂ പോയിന്റിൽ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ മല കയറി കുറച്ചും കൂടെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ദേ അങ്ങോട്ട് നടന്നു പോകണം ഗൈസ്. ഞാൻ എൻ്റെ ബാഗ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യാനാണ്. അപ്പം നമ്മൾ നേരെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് വ്യൂ പോയിന്റിൽ കൂടെ പോവാണ്. ചോക്ലേറ്റ് ഹൗസിൽ പോയെങ്കിൽ ചോക്ലേറ്റ് ഓ ഇതിന് മേളി നിൽക്കണമെന്നേ. മേളി കയറിയാണ് ആദ്യത്തെ ദിവസം തന്നെ മഴ കാരണം കൂടുതൽ വീഡിയോയും വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ
പിറ്റേ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സാലിഹ ഷാജഹാൻ വ്ലോഗിലുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും കാണുക. ബൈ.